ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകരക്ഷകനായ ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് അവിടുന്ന് നമുക്ക് രക്ഷപ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസം, ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ദിവസം, കർത്താവ് നമ്മെ എല്ലാവരെയും ശാന്തിയിലും സമാധാനത്തിലും നിറയ്ക്കട്ടെ. എല്ലാവിധ തിന്മയുടെ സ്വാധീനങ്ങളിൽ നമുക്ക് വിടുതലും മോചനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിലേറ്റം സ്നേഹമുള്ളവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തുമസിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുകയാണ്. ഇന്ന് 24-ാം തീയതി, ഇന്ന് വൈകുന്നേരം നമ്മളെല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ഈശോയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. ലോകരക്ഷകനായ ഈശോ മനുഷ്യാവതാരം ചെയ്തതിൻ്റെ 2024-ാം ആണ്ടിലെ അസുദിനം നമ്മളിന്ന് ആഘോഷിക്കുന്നു. ഏവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ നേരുന്നു. ക്രിസ്തുമസിനോടൊരുക്കമായിട്ട് 4 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 5 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 6ാമത്തെ വീഡിയോ ആണ്. ഇതോടുകൂടി ക്രിസ്മസ് ഒരുക്ക ധ്യാനം അവസാനിപ്പിക്കുകയാണ്. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ വീഡിയോ ആണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഈ ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ശിശുവാണ്. ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട്, സമ്പത്താകട്ടെ, സൗകര്യങ്ങളാകട്ടെ, ഈ പ്രകൃതി തന്നെയാകട്ടെ, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ദൈവം നൽകിയ ഏറ്റവും മഹനീയമായ സമ്മാനം അതൊരു ശിശുവാണ്. ഇതാണ് ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ആധാരമായിട്ട് നിൽക്കുന്ന ഘടകം. സങ്കീർത്തനം 127:3 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഉദരഫലം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ്, ലോകത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് ഈശോ, ഇമ്മാനുവൽ, കൂടെയുള്ള ദൈവം. ഈശോയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഇന്നത്തെ ക്രിസ്തുമസ് ചിന്തയുടെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതിപ്രകാരമാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പോൾ ഈ ലോകത്തിൽ മാതാപിതാക്കൾക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് മക്കൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് കാണുകയുണ്ടായി. മക്കൾ ദൈവകരങ്ങളിൽ നിന്ന് മക്കളെ സ്വീകരിച്ച് ദൈവകരങ്ങളിലേക്ക് തന്നെ തിരിച്ചു വെച്ച് കൊടുക്കുന്നതാണ് ഉദാത്തമായ പിതൃത്വത്തിൻ്റെ ഉദാത്തമായ മാതൃക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണുകയുണ്ടായി. എൽക്കാന ഹന്നായുടെ ജീവിതത്തിലൂടെ നമ്മളത് കണ്ടു. അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മളത് കണ്ടു. അപ്പോൾ തന്നെ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനമെന്ന് പറയുമ്പോൾ, ഈ സമ്മാനം നൽകുന്നത് ദൈവമാണ്. ഒരു സമ്മാനം അത് നൽകുന്ന ആളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നൽകുക, സ്വീകരിക്കുന്ന ആളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്വീകരിക്കുന്നയാൾ, നൽകുന്ന ആൾ എങ്ങനെയുള്ള സമ്മാനമാണ് നൽകുന്നത്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു മുട്ടുസൂചിയാണെങ്കിലും സമ്മാനമായിട്ട് തരുമ്പോൾ അതിൻ്റെ വിലയുണ്ട്. ആ സമ്മാനത്തിന് വിലയുണ്ട്. ഒരു മുട്ടുസൂചിയാണെങ്കിലും അതിന് വിലയുണ്ട്. അപ്പോൾ ദൈവമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നൽകിയതെന്നുള്ള ഉത്തമ ബോധ്യം. സമ്മാനമായിട്ട് നൽകിയതാണെങ്കിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം, ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല സാധനങ്ങളാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം, നമ്മൾ ഒരു കടയിൽ പോയി ഒരു സമ്മാനം മേടിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതാണ് നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഒത്തിരി നല്ല, ഏറ്റവും മൂല്യമായുള്ള, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ ദൈവം മനുഷ്യർക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും അമൂല്യമായ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിൽ മറ്റൊന്നുമല്ല, അത് നമ്മുടെ മക്കളാണ്. മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ സമ്മാനവും. മാതാപിതാക്കൾക്ക് ദൈവം നൽകുന്ന ഏറ്റവും ഉന്നതമായ അമൂല്യമായ സമ്മാനമാണ് അവരുടെ മക്കൾ. അത് ദൈവമാണ് സമ്മാനം നൽകിയിരിക്കുന്നത്. ഈ കൊടുക്കുന്നയാൾ ദൈവമാണെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് സമ്മാനം നൽകുന്നയാൾ ദൈവമാണ്. ഈ സമ്മാനം സ്വീകരിക്കുന്ന ആളാരാണ്? അത് മാതാപിതാക്കളാണ്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഒന്നിച്ച് ചേർക്കപ്പെട്ട, അനാദികാലം മുതലേ ദൈവം നിയോഗിച്ചു വച്ചിരിക്കുന്ന, മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമായി നിയോഗിച്ചു വച്ചിരിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയും ഒന്നു ചേർന്നൊരു കുടുംബ ജീവിതത്തിന് രൂപം കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനം, നമുക്കറിയാം, വിവാഹത്തിനൊക്കെ നമ്മൾ സമ്മാനമായിട്ടല്ലേ പോകുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിന് അല്ലെങ്കിൽ ചടങ്ങിനൊക്കെ പോകുമ്പോൾ എല്ലാവരും സമ്മാനമായിട്ടാണ് പോകുന്നത്.
അന്ന് കിട്ടുന്ന സമ്മാനത്തേക്കാൾ വളരെ ഉപരിയായി അമൂല്യമായൊരു സമ്മാനം പിന്നീട് ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് അവർ കുഞ്ഞുങ്ങൾ. സമ്മാനം കൊടുക്കുന്നയാൾ ദൈവമാണ്, സമ്മാനം സ്വീകരിക്കുന്നവർ മാതാപിതാക്കളാണ്. ഇനിയാണ് ഈ സന്ദേശത്തിൽ ഞാൻ അഡ്രസ്സ് ചെയ്യപ്പെടാൻ ചെയ്യുന്നവർ എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുക. ഈ ക്രിസ്തുമസിന് വളരെ വിലപ്പെട്ട രീതിയിൽ നിങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഈ ക്രിസ്മസ് നിങ്ങൾക്കുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാതാപിതാക്കളോട് സംസാരിച്ചു. ഇന്ന് എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ദൈവത്തിൻ്റെ സമ്മാനമാണ്. നമുക്ക് എത്രയോ അമൂല്യമാണ്. നോക്കി, ദൈവം നമുക്ക് നൽകി ലോകത്തിന് നൽകുന്ന സമ്മാനമാണ് മക്കൾ. കുഞ്ഞുമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഓരോ സമ്മാനങ്ങളാണ്, ഗിഫ്റ്റ്. ഇതാണ് അച്ഛനെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളൊരു ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റ് നൽകുന്നത് ദൈവമാണ്. ഇനി ഈ ഗിഫ്റ്റ് ആർക്കാണ് നൽകിയിരിക്കുന്നത്? മാതാപിതാക്കൾക്ക്. നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ് ഈ ഗിഫ്റ്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിക്കുവാനായിട്ട് വചനം വളരെ ശക്തമായിട്ട് പറയുന്നത്. മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് ദൈവം പറഞ്ഞു വെക്കാൻ കാരണം അതാ. ഒരുപക്ഷെ വ്യവഹരിക്കുവാനുള്ള, നമുക്കൊരു ഗിഫ്റ്റ് ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് വ്യവഹരിക്കുവാനുള്ള, ഉപയോഗിക്കുവാനുള്ള അവകാശം ആ ഗിഫ്റ്റ് മേടിച്ച ആൾക്കാണ്, അല്ലേ? കൊടുത്തയാൾക്ക് പിന്നെ അതിനകത്ത് വലിയ അവകാശമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? സാമാന്യ രീതിയിൽ ഞാൻ പറയുന്നതാണ്. നമ്മളൊരു ഗിഫ്റ്റ് മേടിച്ച ഒരാൾക്ക് കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് കൊടുക്കുന്നയാളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ഇനി ആ ഗിഫ്റ്റ് മേടിച്ചയാളുടെ ഉത്തരവാദിത്വമാണ് ആ ഗിഫ്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുക, അല്ലേ? അങ്ങനെയാണ് ഒരു പൊതുവായ രീതി. അങ്ങനെയെങ്കിൽ മക്കളെ സംബന്ധിച്ച് ദൈവത്തിനുള്ളതുപോലെ, ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു വെച്ചത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക. ഈശോ വചനത്തിൽ വേറൊരു നിങ്ങൾ എന്നെ അനുസരിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും മക്കളോട് പ്രത്യേകമായിട്ട് പറയുന്നത് മാതാപിതാക്കളെ അനുസരിക്കുക എന്നാണ്. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ അതിലൊരു കൽപ്പന വളരെ മനോഹരമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ ദീർഘകാലം ജീവിച്ചിരിക്കുവാനും, ഈ ഭൂമിയിൽ നീ ദീർഘകാലം ജീവിച്ചിരിക്കുവാനും, ദീർഘനാൾ ജീവിച്ചിരിക്കുവാനും, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അതായത് ഒരു വാഗ്ദാനമുണ്ട് അതിനകത്ത്. ഒരു ഇഫ് ക്ലോസ് ഉണ്ട്. ഇഫ് ക്ലോസ്. നീ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ദേശത്ത്, നീ വളർന്നു വരുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പരിധിവരെ അല്പം കൂടി ചെറുതായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ പരീക്ഷകളിൽ വിജയിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്കൊരു നല്ല ജോലി കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ സാമ്പത്തിക ഭദ്രത നീ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നീട് ഒരു നല്ല ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊക്കെ എൻ്റെ മക്കളെ അടിസ്ഥാനപരമായിട്ട് വരച്ചു വച്ചിരിക്കുന്നത് ഒരൊറ്റ വാക്കിലാണ്: നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അനുസരിക്കുക. അപ്പനെയും അമ്മയെയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ അവൻ തളർന്നു പോകത്തില്ല, തകർന്നു പോകത്തില്ല. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഇത് ബിനോയിച്ചിൻ്റെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. ഈ ഭൂമിയിൽ മക്കളുടെ കടമ അവരവരുടെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്നത് വരെ അവരുടെ അപ്പനെയും അമ്മയെയും അനുസരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിക്കുക എന്നുള്ളതാണ്. ഒരു വിവാഹാന്തസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉത്തരവാദിത്വം മാറുകയാണ്. പക്ഷെ അതുവരെ ഈ ഒരു അനുസരണം വളരെ പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ അടുത്ത് ഒത്തിരിയേറെ പേര് ഈ സാമ്പത്തിക കടബാധ്യതയിലൊക്കെ പെട്ടവർ പ്രാർത്ഥിക്കാണ്ട് വരുമ്പോൾ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, അവരവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ചിട്ടുണ്ട്. കർത്താവ് വെളിപ്പെടുത്തരിക, മാതാപിതാക്കളുടെ കണ്ണുനീര് വീണിട്ടുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ സുഭാഷിതങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ അമ്മയുടെ കണ്ണുനീർ വീണ് കഴിഞ്ഞാൽ ആ കണ്ണുനീർ വീഴുന്ന ഭവനം, അതിൻ്റെ അടിത്തറ വരെ ഇളകിപ്പോകും, തകർന്നു പോകും. അതായത് നിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ ഇളകും. അമ്മയുടെ കണ്ണുനീർ അകാരണമായിട്ട് വീഴുവാനായിട്ട് നീ ഇട വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ഇളകിപ്പോകും. കുടുംബത്തിൻ്റെ അടിത്തറ ഇളവെന്ന് പറഞ്ഞാൽ വീടിൻ്റെ കല്ലുകൾ ഇളകിപ്പോകുന്നല്ല അതിൻ്റെ അർത്ഥം. ജീവിതത്തിൻ്റെ അടിത്തറ ഇളകിപ്പോകും. അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതാണ് ഈ ക്രിസ്തുമസിന് വിനിയോഗിച്ചതിന് എൻ്റെ മക്കളോട് പറയാനുള്ള ഒരു ഏക സന്ദേശം. നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം ഇതാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം ഇതാണ്. മാതാപിതാക്കൾ അനുസരിക്കുക. എനിക്ക് കുറച്ച് 1-2 അനുഭവങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ അനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. ഞാൻ ബാംഗ്ലൂർ സെമിനാരിയിൽ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ, സെമിനാരിക്ക് അടുത്ത് തന്നെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. 2 പേരും ജോലിക്കാരാണ്. എനിക്ക് തന്നെ ചേട്ടൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഏക മകനാണ്, ഒറ്റ മോനേ ഉള്ളൂ. അവനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞങ്ങൾ കേട്ടറിഞ്ഞത് വെച്ച് ഇങ്ങനെയാണ്. അവനൊരു ദിവസം രാവിലെ അവൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ സംഗമ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതിങ്ങനെ 3 നദികൾ വന്ന് കൂടിച്ചേർന്നൊരു സ്ഥലമാണ്. അവിടെ അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാനായിട്ട് ഒരു പിക്നിക്ക് പോകുന്നത് പോലെ പോകാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. സ്കൂളിൽ നിന്ന് ഒഫീഷ്യലായിട്ട് പോകുന്നതല്ല, അവൻ്റെ കൂട്ടുകാരുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പപ്പായോട് പറഞ്ഞു, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ പപ്പ പറഞ്ഞു, അവിടെ ഞാനവിടെ പോയിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എല്ലാ വർഷവും എത്ര പേരവിടെ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇയർ വെച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ പപ്പ പറഞ്ഞു, അത് വളരെ ഭയാനകമായൊരു സ്ഥലമാണ്. ഒത്തിരിയേറെ ആളുകൾ ഓരോ വർഷവും അവിടെ മരിക്കുന്നുണ്ട് വെള്ളത്തിൽ പോയിട്ട്. അതുകൊണ്ട് മോൻ കൂട്ടുകാരുടെ കൂടെ പോയാൽ ശരിയാകത്തില്ല. എന്നിട്ട് പപ്പ പറഞ്ഞു, ഞായറാഴ്ച എനിക്ക് അവധി കിട്ടുമ്പോൾ ഞാൻ മോനെ കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ച് കൊച്ചനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. സ്കൂളിൽ ചെന്ന് കൂട്ടുകാരുടെ കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, പിന്നെ പപ്പ അങ്ങനെയൊക്കെ പറയും, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവൻ ആ പപ്പായുടെ വാക്കുകളെ മറികടന്ന് അതിനെ മറന്ന് അവൻ കൂട്ടുകാരുടെ വാക്കുകൾക്ക് വില കൊടുത്ത് പോയി. അവൻ്റെ പപ്പ എന്ത് ഭയപ്പെട്ടോ അത് തന്നെ സംഭവിച്ചു. ആ കൊച്ചൻ ആ വെള്ളത്തിൽ വീണ് മരിക്കുകയാണ്. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ്റെ ബോഡി തിരിച്ചു കിട്ടുക വെള്ളത്തിൽ നിന്ന്. അവൻ്റെ ബോഡി എടുത്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം ഇങ്ങനെ അഴുകിയ അവസ്ഥയിലായിരുന്നു. മൊത്തം ഒരു വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കേണ്ട. കണ്ണിൻ്റെ ഒരു ഭാഗം മാത്രം ഒരു ഇതുപോലെ ജസ്റ്റ് ഒന്ന് കാണാവുന്ന രീതിയിലുണ്ട്, അത്രയേ ഉള്ളൂ. അവൻ്റെ ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെമിനാരിൽ നിന്ന് പ്രദേശ അപ്പച്ചന്മാരെല്ലാം പോയിരുന്നു. ഞങ്ങളോട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ അപ്പച്ചൻ ഇവൻ്റെ പപ്പ ആ മുറിക്കുള്ളിൽ നിന്ന് ലഡുവും കുറച്ച് ചോക്ലേറ്റും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ഈ കൊച്ചൻ്റെ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടിയിരിക്കുന്ന തുണി, മുഖത്തെ തുണി വലിച്ചു മാറ്റാനായിട്ട് അപ്പോൾ ആൾക്കാർ അദ്ദേഹത്തെ പിടിക്കുന്നൊക്കെയുണ്ട്. വലിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാ, മോനെ ഞാനിത് നിനക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നലെ അന്ന് അവൻ പോയ ദിവസം ഇതിനി ആര് കഴിക്കും, മോനെ കഴിക്കടാമെന്നും പറഞ്ഞു പോലും കരഞ്ഞു. അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരും കരയുക. കുറച്ചു നേരം നോക്കിയതിന് ശേഷം എനിക്കിവിടെ നിൽക്കാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോവുകയാണ്. എന്താ പറയേണ്ട മക്കളെ? പപ്പായുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ സുഹൃത്തുക്കളുടെ വാക്കുകൾക്ക് വില കൊടുത്തതിൻ്റെ ഫലമാണത്. ഒന്നവർക്കൊക്കെ ആ മാതാപിതാക്കൾക്ക് ഇനി ആരുമില്ല. ദൈവം നൽകിയ ആ സമ്മാനം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുക. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവമുണ്ട്. ഞാൻ ഇവിടെ ചിർക്കി എന്ന് പറഞ്ഞ പാരീഷിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ബ്രദറായിരുന്ന സമയത്താണ്. അവിടെയായിരുന്ന സമയത്ത് ഒരു ക്രിസ്മസ് ഈ 24-ാം തീയതി വൈകുന്നേരം പള്ളിയിൽ എല്ലാവരും തന്നെ അലങ്കരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. എനിക്ക് അവനോട് അതുകൊണ്ട് തന്നെ അവൻ എന്നോട് സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. മിടുക്കനാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. അവന് +2 പഠിക്കുകയാണ് ആ സമയത്ത്. നല്ല മിടുക്കൻ പയ്യൻ. അവനുണ്ടായിരുന്നു. അവൻ്റെ പപ്പായും മമ്മിയും ഒക്കെ ഉണ്ടായിരുന്നു പള്ളി അലങ്കരിക്കാനായി. ഇതിനിടയ്ക്ക് അവൻ്റെ കൂട്ടുകാർ എന്തോ തോന്നിയാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുക. അവരുടെ വിളി ശല്യം സഹിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന് പോകണം. അപ്പോൾ അവൻ്റെ പപ്പായും മമ്മിയോട് പറഞ്ഞു അവനെ വിടരുത്, അവൻ കൂട്ടുകാരുടെ കൂടെ എന്തൊക്കെയോ തോന്നിയാസങ്ങൾക്ക് കള്ളു കുടിക്കാനൊക്കെ ആയിട്ട് പോകുന്നതാണ്, അപ്പോൾ വിടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അവനോട് പറഞ്ഞു, അവൻ്റെ പപ്പ പറഞ്ഞു പോകരുത്, അവൻ്റെ അമ്മ പറഞ്ഞു പോകരുത് മോനെ, നമുക്കിവിടെ പള്ളിയിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്, ഇപ്പോൾ അലങ്കരിക്കണം, ക്രിസ്മസ് രാത്രിയല്ലേ, അവിടെ പോകരുതെന്ന് പറഞ്ഞു. ഇവൻ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ തട്ടി നിന്നിച്ച് ഇവൻ ഞങ്ങളുടെ വാക്കുകളെ മാനിക്കാതെ ഇവൻ പോയി. ഒരു ബൈക്കുണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ആ പോയ വഴി അവനവരുടെ കൂട്ടുകാരുടെ അടുത്ത് എത്തിയില്ല. ആ പോയ വഴിക്ക് തന്നെ ചിർക്കി കിരിടി റോഡാണ്, ഹൈവേ ആണ്. ആ ഹൈവേയിൽ ഒരു ലോറിയുമായി ഒരു ആക്സിഡൻ്റ് ഉണ്ടായോ മരിക്കുക. ഓൺ ദ വേ ആ യാത്രയിൽ തന്നെ ആ കുഞ്ഞ് ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചു. എന്നോർക്ക് ആ ക്രിസ്മസ് രാത്രി ഞങ്ങൾക്കൊക്കെ എന്തുയോ, അതായത് ക്രിസ്മസ് ആയിരുന്നില്ലത്, എത്ര ദുഃഖകരമായ ഒരു ക്രിസ്മസ് ആയിരുന്നറിയോ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അപ്പുറം ഒരു ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് ജീവിതത്തിൽ നന്മയുണ്ടാവും. അത് വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക. നോക്കുക, നമ്മുടെ ഈ ഭൂമിയിലെ ദീർഘകാല ജീവിതം പോലും മാതാപിതാക്കളെ അനുസരിക്കുന്നതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക കർത്താവ്. ഇതൊരു ചെറിയ തമാശയൊന്നും അല്ല എൻ്റെ മക്കളെ. ഇന്നത്തെ മക്കൾ ഒട്ടുമുക്കാൽ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിന് കാരണം, ധാർമ്മിക ജീവിതം ഇല്ലാത്തതിൻ്റെ കാരണം, പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നത് ഇല്ല എന്നുള്ളതാണ്. അവർക്ക് നല്ല സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കൾ പറയുന്ന പോലെ അവർ ചെയ്യുള്ളൂ. ഇതിന് സുഹൃത്തുക്കൾ കാണിച്ചു കൊടുക്കുന്ന തെറ്റായ വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കും. മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ച മക്കളുടെ ജീവിത കഥകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. സ്വന്തം വല്യമ്മയ്ക്കും അമ്മയ്ക്കും മമ്മിക്കും പപ്പായ്ക്കും ഉമ്മ കൊടുക്കാതെ സ്കൂളിലേക്ക് പോകാത്ത കുഞ്ഞുങ്ങളെ എനിക്കറിയാം. കൊടുക്കാതെ അവർ പോകത്തില്ല. അവർ ഉമ്മ കൊടുത്തിട്ടേ പോകുള്ളൂ. തിരിച്ചു വരുന്നവരെ വല്യമ്മ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത് കുഞ്ഞുങ്ങൾ വരുന്നതിനായിട്ട്. ആ മക്കളിൽ നിന്ന് അവരുടെ എല്ലാവരും, അവർ 3 മക്കളാണ് ആ കുടുംബത്തിലുള്ളത്. അവർ 3 പേരും എത്തേണ്ട അടുത്ത് എത്തി നല്ല രീതിയിൽ ജീവിതം ജീവിക്കുന്നു. തളർച്ചയുണ്ടായിട്ടില്ല.
മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും. ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ് മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത്. അത് കാണപ്പെടുന്ന ദൈവമാണ് നിങ്ങളുടെ അപ്പനും അമ്മയും. നിങ്ങളുടെ അപ്പനെയും അമ്മയും കാണപ്പെടുന്ന ദൈവത്തെ പോലെ നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ദൈവത്തെ ബഹുമാനിക്കുന്നില്ല, ദൈവത്തെ അനുസരിക്കുന്നില്ല. അച്ഛനിത് വളരെ പ്രധാനമായിട്ട് ഈ ഒരു സന്ദേശം നൽകാനുള്ള കാരണം, ഈ ക്രിസ്തുമസ് എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റത്തിൻ്റെ ദിവസമായിരിക്കും. ഉണ്ണീശോ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് വചനം പറയുക. ഉണ്ണീശോ, ലോകരക്ഷകനായ ഈശോ, ദൈവപുത്രനായ ഈശോ ഈ ഭൂമിയിലെ രണ്ട് മനുഷ്യരായ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടും അവരെ അനുസരിച്ച് ജീവിച്ചുവെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിൻ്റെ അത് ദൈവനിശ്ചയമാണ്. ദൈവൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മാതാപിതാക്കളെ, ഈ ക്രിസ്തുമസ് ഒരു കുടുംബ അന്തരീക്ഷത്തിൽ ആഘോഷിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ച് അതിനാണ് 5-6 മെസ്സേജ് ഇട്ടത്, 6 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഈ ക്രിസ്മസ് മാതാപിതാക്കൾ മക്കളോടൊപ്പം ഒന്നു ചേർന്ന് ആഘോഷിക്കണം. മാതാപിതാക്കളുള്ള മക്കളുടെ കടമ മറന്നു പോകാൻ പാടില്ല. അനാഥമന്ദിരങ്ങൾ കൂടി വരുന്നുണ്ട്. അനാഥമന്ദിരങ്ങളിൽ കണ്ണുനീരോടുകൂടി ജീവിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളെ എനിക്കറിയാം. മക്കൾക്ക് സമയമില്ല അവരെ നോക്കാനായിട്ട്. കുറച്ച് പൈസയും കൊടുത്ത് മാതാപിതാക്കളെ കൊണ്ടുപോയി അനാഥമന്ദിരങ്ങളിൽ തള്ളുകയാണ്. സങ്കടകരമായൊരു കാഴ്ചയാണതൊക്കെ. ഈശോ വെളിവ് നൽകട്ടെ, പ്രകാശം നൽകട്ടെ. ഈ ക്രിസ്മസ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് വലിയൊരു പ്രകാശമായതുപോലെ അന്ധകാരാവൃതമായ നമ്മുടെ മനസ്സിനെ എല്ലാം പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ അനുസരിക്കുവാനുള്ള ഒരു വലിയ വരം ഈ ക്രിസ്മസിലൂടെ ലഭിക്കട്ടെ. കർത്താവായ ഈശോയെ എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങനത്തെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കും. അവിടുന്ന് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചതുപോലെ എല്ലാ കുഞ്ഞുമക്കളെയും, ദൈവസമ്മാനമായ എല്ലാ കുഞ്ഞുമക്കളെയും മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അവരെ അനുസരിച്ച് ജീവിക്കുവാനും അതുവഴിയായി ജീവിത വിജയം വരിക്കുവാനും ഇടവരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവ് അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്താലും തിരുസഭയുടെ അധികാരത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപാവരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വിശുദ്ധ പാതിരേപ്പയുടെ സെബസ്ത്യാനോസിൻ്റെ വിശുദ്ധ ഗീവർഗീസിൻ്റെ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേക മതശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ, പ്രാർത്ഥനകൾ. മേരി ക്രിസ്മസ്.